നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ MI ജയിച്ചു, LSGയെ തകർത്തു. 6 വിക്കറ്റ് ജയം എന്ന് പറഞ്ഞാൽ തകർപ്പൻ ജയം തന്നെയാണ്. പക്ഷെ ചോദ്യം അതല്ല, ഈ വിജയം കൊണ്ട് MIക്ക് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. മാത്തമാറ്റിക്കലി ഇപ്പോഴും MIക്ക് പ്ലേ ഓഫ് സാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ അതിനി എങ്ങനെ സംഭവിക്കാനാണ്? കാരണം എന്താണെന്നറിയോ, MIക്ക് ഇനി അവരുടെ ബാക്കിയുള്ള 4 കളികൾ ജയിച്ചാൽ എത്താൻ പറ്റുന്നത് 14 പോയിന്റിലേക്കായിരിക്കും മാക്സിമം. അതായത് ഇനി 4 ഔട്ട് ഓഫ് 4 അവർ വിജയിച്ചാൽ 14 പോയിന്റിൽ എത്തുകയുള്ളൂ. അതേസമയം നിലവിൽ 9 കളിയിൽ നിന്ന് 13 പോയിൻ്റായി PBKസിന്, RCBക്ക് 9 കളി 12 പോയിൻ്റായി, SRH 10 കളി 12 പോയിൻ്റായി, RR 10 കളി 12 പോയിൻ്റായി, GT 10 കളി 12 പോയിൻ്റായി. ആ ടീമുകൾക്കൊക്കെ ഓരോ കളി ജയിച്ചാൽ പോലും 14 അതിനപ്പുറത്തേക്കോ പോയിന്റുകൾ എത്തും. അപ്പോൾ പിന്നെ 5 ടീമുകൾ ഓൾറെഡി അങ്ങനെ നിൽക്കുമ്പോൾ മുംബൈക്ക് ഇനി എത്തണമെങ്കിലും ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഫോം ഔട്ടായി തോറ്റ് പണ്ടാറടക്കണം. ചുരുക്കി പറഞ്ഞാൽ മാത്തമാറ്റിക്കലി സാധ്യതയുണ്ടെന്ന് പറഞ്ഞു നിൽക്കുക എന്നല്ലാതെ ശരിക്കും ഇനി സാധ്യത പ്രാക്ടിക്കലി ഇല്ല എന്ന് ഉൾക്കൊള്ളാൻ മുംബൈ ഇന്ത്യൻസ് ആരാധകർ തയ്യാറാവണം. അല്ലെങ്കിൽ പിന്നെ വലിയ ഷേക്കപ്പ് സംഭവിക്കണം. ആകെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് പട്ടികയിൽ മുമ്പിൽ നിൽക്കുന്നവർക്കെതിരെയാണ് MIക്ക് ഇനിയുള്ള കളി. അത് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ അവരെ തോൽപ്പിക്കാൻ പാടുപെടുള്ളൂ എന്നൊക്കെ പലരും ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, അവരെ തോൽപ്പിക്കാൻ അവസരമുണ്ട്. അങ്ങനെ അവർക്ക് കിട്ടാവുന്ന പോയിൻ്റ് കുറക്കാൻ അവിടെ അവസരമുണ്ട് എന്നാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് സാധിക്കും എന്നുള്ളത് കണ്ടറിയണം. അടുത്ത കളി RCBക്കെതിരെയാണ്. അതിനുശേഷം 1ാം സ്ഥാനക്കാരായ PBKസിനെതിരെയാണ്. പിന്നെ KKRമായിട്ടൊരു കളി കഴിഞ്ഞ് വീണ്ടും ടോപ്പ് 4ൽ നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് അവസാന കളി. അപ്പോൾ ഈ അവസാനത്തെ 4 കളികളിൽ 3ഉം ടോപ്പ് 4ൽ നിൽക്കുന്ന ടീമുകൾക്കെതിരെയാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ പോയിൻ്റ് കുറക്കാനുള്ളൊരു അവസരം MIക്ക് വേണമെങ്കിലുണ്ട്. പക്ഷേ ആ ഒറ്റക്കളിയുടെ പോയിൻ്റ് കുറവ് കൊണ്ടൊന്നും അവർ 14ഉം 15ഉം ഒക്കെ എത്തുന്നത് തടയാനും പറ്റൂല. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങ് ഉൾക്കൊണ്ടേക്കുക, പുറത്തായിടോ. എത്ര വലിയ ടീമുണ്ടായിട്ട് എന്താ, ഇത്തവണ പുറത്തായി. എവിടേക്കോ എന്തൊക്കെയോ തെറ്റിപ്പോയി. ഇനി തിരിച്ചു വരാനുള്ളൊരു സമയമില്ല. ഇറ്റ്സ് ടു ലേറ്റ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.